രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലാഹോർ കേന്ദ്രീകരിച്ച് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നിർണായകം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടന പരമ്പര ഉണ്ടായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ലാഹോറിലെ വോൾട്ടൺ റോഡിൽ തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, എന്താണ് വിശദാംശങ്ങൾ? ആര്യ, ലാഹോറിൽ സ്ഫോടന പരമ്പര ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പാക് മാധ്യമങ്ങളാണ് ഈ വിഷയം പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ ആൾനാശമോ മറ്റു വിവരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ ചില വിഷ്വൽസ് ഒക്കെ പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് സമീപമുള്ള റോഡിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പറയുന്നു. അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എവിടെ നിന്ന് ആളുകളെയുമായി പരിക്കേറ്റ ആളുകളെയുമായി ആശുപത്രിയിലേക്ക് പായുന്ന ആംബുലൻസിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണോ സ്ഫോടനം ഉണ്ടായത് എന്നെ സംബന്ധിച്ചൊന്നുള്ള വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിവിധ വാർത്താ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതും അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളടക്കം ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ ചെയ്യുന്നത്. ആധികാരികമായി ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും അവിടെ 3 സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഒരാൾ അവിടെ നിന്ന് വിഷ്വൽസ് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന ആളടക്കം വിശദീകരിക്കുന്നത്. അൽ ജസീറ അടക്കമുള്ള ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളും ഇങ്ങനെ സ്ഫോടനം നടന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ഫോടനത്തിൽ എത്ര പേർ മരണമടഞ്ഞു, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, എന്തെല്ലാമാണ് അവിടെ നാശനഷ്ടം ഉണ്ടായത്, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ, ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ലാഹോറിൽ ഇന്ത്യക്കെതിരെ തിരിച്ചടി നടത്താനായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ കേന്ദ്രീകരണമൊക്കെ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് എന്നൊരു വലിയ പ്രത്യേകതയാണ്. പാകിസ്ഥാൻ സൈന്യം പ്രധാനമായും ലാഹോർ കേന്ദ്രീകരിച്ച് വലിയ മുന്നൊരുക്കങ്ങൾക്കൊക്കെ തയ്യാറായിരിക്കുമ്പോഴാണ് ആ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന അതേ നഗരത്തിൽ തന്നെ, അതേ പട്ടണത്തിൽ തന്നെ 3 സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ ആൾക്കൂട്ടമൊക്കെ ഉള്ള ഒരു റോഡിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇന്റർനാഷണൽ വാർത്താ ഏജൻസികൾ ഇങ്ങനെ സ്ഫോടനം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പുറത്തു വരുന്നുണ്ട് അത്തരം വിഷ്വൽസ് ഒക്കെ. പക്ഷേ ഇത് ആരാണ് നടത്തിയതെന്നോ, എത്ര തീവ്രതയുള്ള സ്ഫോടനമാണെന്നോ, എന്ത് സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇതിൽ എത്ര പേർക്ക് മരണമടഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും നമുക്കും ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല. ഈ ആകെ സ്ഫോടനം നടന്നു, 3 സ്ഫോടനങ്ങളാണ് നടന്നതെന്നും അത് ലാഹോറിലാണ് നടന്നതെന്നും, ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് സമീപമാണ്. സ്വാഭാവികമായും സൈനിക പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് വാൾട്ടൺ എയർഫീൽഡ്. സൈനികത്തിന്റെ വലിയ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ വാൾട്ടൺ എയർഫീൽഡ്. അവിടെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിലിപ്പോൾ പാകിസ്ഥാൻ സർക്കാരും സേനയും ഒക്കെ ഊട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുമായി വലിയ തർക്കങ്ങളും വലിയ സംഘർഷവും ഒക്കെ കൂടി നിലനിൽപ്പുണ്ട്. ഇന്ത്യക്കെതിരെ ഒരു വശത്ത് അവർ പോരാട്ടവുമായിട്ടൊക്കെ നിൽക്കുമ്പോഴും മറുഭാഗത്ത് വലിയ ആഭ്യന്തര സംഘർഷത്തിൽ കൂടി നിൽക്കുകയാണ്. പ്രധാനമായും 3 ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മസൂർ അസദ് അടക്കമുള്ള ഏറ്റവും പ്രധാന നേതാവിൻ്റെ തലവൻ്റെ കുടുംബാംഗങ്ങൾ 10 കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെട്ട സാഹചര്യം, 4 അനുയായികളടക്കം കൊല്ലപ്പെട്ട സാഹചര്യം, 9 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലഷ്കർ എ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അടക്കം 9 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ തകർത്ത സാഹചര്യം. ഇവിടെ സൈന്യം എവിടെയായിരുന്നു, ഞങ്ങൾക്ക് പിന്തുണ നൽകേണ്ട, ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട സൈന്യം എവിടെയായിരുന്നു, ഞങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ട ISI എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഈ ഭീകര സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. അവരും പട്ടാള ഭരണകൂടവുമൊക്കെ അത്തരത്തിലുള്ള സംഘർഷം കൂടി, ആഭ്യന്തരമായി വലിയ സംഘർഷം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണം എന്നതിലൊഴികെ മറ്റു ഒരു വിഷയത്തിലും പാകിസ്ഥാനിലെ സൈന്യമായാലും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട 3 ഹിസ്ബുൾ മുജാഹിദിനും ലഷ്കർ എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള 3 ഭീകര സംഘടനകളായാലും യാതൊരു തരത്തിലും അഭിപ്രായ സമന്വയമോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ സംഘർഷത്തിലൊക്കെ നിൽക്കുകയാണ്. പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ പരസ്യമായി തന്നെ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ 5 ഇന്ത്യയുടെ ഫൈറ്റർ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നുള്ള അവകാശവാദത്തെക്കുറിച്ച് CNN ന്യൂസ് 18ലെ മാധ്യമപ്രവർത്തകർ ലൈവ് ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ആ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 5 ഫൈറ്റർ വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന അവകാശവാദം ഉന്നയിക്കുകയും അതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ എന്ന് പറയുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് അത് മറ്റ് രാജ്യങ്ങളോടും ലോകത്തോടുമൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ മാറിയിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാനിലെ കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയും സംഘർഷവുമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ലാഹോറിൽ ഇത്തരത്തിലേക്ക് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 3 തുടർ സ്ഫോടനങ്ങളാണ് ലാഹോറിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ സ്ഫോടനത്തിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു,
എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള തുടങ്ങിയ വിവരങ്ങളൊന്നും ഇപ്പോഴും ലഭ്യമല്ല. അൽ ജസീറ അടക്കം ഇന്റർനാഷണൽ ഏജൻസികൾ ഇങ്ങനെ ഒരു സ്ഫോടനം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം തീവ്രമായ ഒരു സ്ഫോടന പരമ്പരയാണ് എന്നുള്ളത് ഈ നിമിഷം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ലാഹോറിലാണ് തുടർച്ചയായ ഈ സ്ഫോടന പരമ്പര ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ് പ്രവിശ്യയിലെ വോൾട്ടൺ റോഡ് പരിസരത്താണ് രാവിലെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും അതോടൊപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനങ്ങളെ തുടർന്ന് ലാഹോറിലെ തെരുവുകളിൽ പരിഭ്രാന്തി പടർന്നതായി പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പങ്കുവെച്ച നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതുതന്നെയാണ് വ്യക്തമാകുന്നത്. ഭയചകിതരായ നിരവധി ആളുകൾ വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി റോഡുകളിലൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യം അത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കിരൺ, ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് തന്നെ ഒരുപക്ഷെ വിരൽ ചൂണ്ടേണ്ട സാഹചര്യമാണ്. ഇത്തരത്തിലൊരു സ്ഫോടനം ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടാകുമ്പോൾ മറ്റ് ആരെയാണ് നമ്മൾ ഇവിടെ സംശയിക്കേണ്ടതല്ലേ? ആര്യ, നമുക്ക് അത്തരം സംശയങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കാൻ കഴിയില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർ ഇന്ത്യക്ക് നേരെ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ നിലവിലെ സ്ഥിതി അത്യന്തം സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കടുത്ത അരക്ഷിതാവസ്ഥയും അവിശ്വാസവും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ഭരണകൂടം, മറുഭാഗത്ത് പാകിസ്ഥാൻ സേന, മറ്റൊരു ഭാഗത്ത് ഭീകര സംഘടനകൾ, ഇങ്ങനെ ഇതെല്ലാം ചേർന്ന് ഇവർക്കിടയിൽ ISIയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ഇൻപുട്ടുകളും അവരുടെ നിയന്ത്രണവും, ഇങ്ങനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ 3 അധികാര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ പ്രബലമായി തന്നെയുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തൊപ്പം തന്നെ വലിയ ശക്തിയാണ് പാകിസ്ഥാനിലെ സേനാ വിഭാഗം. പാകിസ്ഥാൻ കരസേനയുടെ നേതൃത്വത്തിൽ മുനീർ അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മറുഭാഗത്ത് പാകിസ്ഥാന്റെ പൂർണ്ണമായ സേനയുടെ പിന്തുണയോടുകൂടിയും പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രത്യേകിച്ച് സേനയുടെ വലിയ പിന്തുണയോടുകൂടിയാണ് ISIയുടെയും വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ എ തൊയ്ബ ആയാലും ഹിസ്ബുൾ മുജാഹിദീനായാലും ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ. ഈ 3 സംഘടനകൾക്കും അവരുടെ പാർക്കാനുള്ള സ്ഥലം, അവർക്ക് പരിശീലനം നൽകാനുള്ള സ്ഥലം, അവർക്ക് സംരക്ഷണം, അവർക്ക് മറ്റ് ലോജിസ്റ്റിക്കൽ സംവിധാനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവരെ പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഇതേ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3 പതിറ്റാണ്ട് കാലത്തോളം ഞങ്ങൾ ഈ ഭീകരരെ പാലൂട്ടി വളർത്തി, അതിൻ്റെ ശിക്ഷയാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം വളർന്ന വികസിത രാജ്യമായി മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പാകിസ്ഥാന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തൊക്കെ ഇന്ത്യക്കൊപ്പം തന്നെ നിന്ന എല്ലാ തരത്തിലും നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ പട്ടിണിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു തരത്തിലും കാര്യമായ വികസനമോ പുരോഗതിയോ ഇല്ലാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ തുടരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഭീകര സംഘടനകളെയൊക്കെ ഊട്ടി വളർത്തി. അത് അമേരിക്കയും മറ്റ് ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രേരണ പ്രകാരമാണ്, അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും അത് തെറ്റായി പോയെന്നും പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.